മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ധന്യമായിട്ടുള്ള പ്രഭാഷണം. രോഗികളിൽ 35% മരുന്നിൻ്റെ ഇരകൾ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ കുറച്ച് ദിവസം മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു വാർത്തയാണ്. അനാലിറ്റിക്കലായിട്ടുള്ള എസ്സേയോ അല്ലെങ്കിൽ ലേഖനമോ അല്ല. KA ബാബുവാണത് എഴുതിയിരിക്കുന്നത്. ആലപ്പുഴ. രാജ്യത്ത് 35% രോഗികളാകുന്നത് മരുന്ന് കഴിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണെന്ന് ഇന്ത്യൻ ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ B. സുരേഷ്. ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ മറ്റൊരു രോഗത്തിന് പിടിയിലാവുന്നു. ഇങ്ങനെയുള്ളവരുടെ എണ്ണം രാജ്യത്ത് ദിനംപ്രതി കൂടുകയാണ്. ഇതിലൂടെ രാജ്യത്ത് കിടപ്പ് രോഗികളുടെ എണ്ണം കൂടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഡോക്ടർമാർ കുറിക്കുന്ന മരുന്ന് രോഗികൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. രോഗിക്ക് നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അളവ്, പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള സംവിധാനം രാജ്യത്ത് വളരെ കുറവാണ്. ഡോക്ടർക്കൊപ്പം ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് കൂടെ ഉണ്ടെങ്കിലേ ഇത് പരിഹരിക്കാൻ സാധിക്കൂ. അദ്ദേഹം പറഞ്ഞു. വികസിത രാജ്യങ്ങളിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ സഹായം നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം പരിശോധനയും ചികിത്സയും ആരംഭിച്ചത്. ഇന്ത്യയിലും സർക്കാർ ഇക്കാര്യം ഗൗരവമായി എടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഇതിനായി വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനറിക് മരുന്നുകൾ വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഇതിൻ്റെ ഭാഗമാണ്. ശരിയായ രോഗി, ശരിയായ മരുന്ന്, ശരിയായ അളവ്, ശരിയായ സമയം എന്ന രീതിക്ക് പ്രാമുഖ്യം നൽകുന്ന പ്രവർത്തനത്തിനാണ് ഫാർമസിസ്റ്റുകളിൽ ശ്രമിക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഏതായാലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ധാരാളം വ്യക്തികളുടെ അനുഭവങ്ങൾ നമ്മൾ പറയാറുണ്ട്. BP ഗംഗാധരൻ സാറിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ പറയാറുണ്ട്. വ്യക്തികളുടെ അനുഭവം പറയുമ്പോൾ ആരും പുച്ഛിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇന്ന് മെയ് മാസം 27 രാത്രി ഏതാണ്ട് 10:30 കഴിഞ്ഞു. എനിക്ക് ഇന്നിത് റെക്കോർഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. എന്താ കാരണം അറിയോ? ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ 25 വർഷം കഴിഞ്ഞാൽ സിൽവർ ജൂബിലി പറയും, 50 വർഷം കഴിഞ്ഞാൽ ഗോൾഡൻ ജൂബിലി, 75 വർഷം കഴിഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലി, 34 വർഷം 100ന്റെ 1/3. അതിന് പ്രത്യേകിച്ച് ജൂബിലി ഒന്നും ഇല്ല. 100ന്റെ 1/3 34, അത് തന്നെയാണ്. 33ന്റെ 1/3 പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് എൻ്റെ വിവാഹത്തിൻ്റെ 34ാം വാർഷികമാണ്, മെയ് 27. ധന്യമായിട്ട് ഇത് സ്മരിക്കണമെന്ന് ആഗ്രഹിച്ചു പണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ വൈഫിൻ്റെ ബ്രെയിനിന് സീഷർ വന്നതുകൊണ്ട് കുറേ സ്റ്റിറോയിഡ് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർ കൊടുത്തിട്ട് തകർന്ന തരിപ്പണമായി എൻ്റെ വൈഫിൻ്റെ ജീവിതം തന്നെ. ഡോക്ടർ കൊടുത്തു. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. 100 പ്രാവശ്യം ചിന്തിച്ചിട്ടും വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുമാണ് കൊടുത്തത്. അവളിങ്ങനെ തളർന്ന് വന്നതിനിടയ്ക്ക് ഏപ്രിൽ മാസം 12 ഇമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും നശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അസാധാരണ രോഗവും വന്നു. ഹെർപ്പിസ് എന്ന് പറയുന്ന, ഷിംഗിൾസ് എന്ന് പറയുന്ന രോഗം. ശരീരത്തിൽ ഇങ്ങനെ നെർവസ് സിസ്റ്റത്തിലൂടെ ഭയങ്കരമായിട്ട് ചിക്കൻ ബോക്സ് പോലെ വരിക. അത് വന്നിട്ടൊരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് മാറും. പിന്നെ വേദന തുടങ്ങും. വേദന 2-3 മാസത്തേക്ക് അയ്യോ എന്ന് വിളിക്കുന്ന 24 മണിക്കൂറും ഉറങ്ങാത്ത വേദന. 7-8 ഡോക്ടർമാർ പറഞ്ഞു ഇതിന് മരുന്നില്ല, ഇത് അനുഭവിച്ച് തന്നെ തീരേണ്ടതാണ്, ഇമ്മ്യൂണിറ്റി പോയത് കൊണ്ട് സംഭവിച്ചതാണിത്. പിന്നെ അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ തന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരാശുപത്രി ചെന്നപ്പോഴത്തേക്കും ഇതിന് മരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പവർഫുള്ളായിട്ടുള്ള മരുന്ന് തന്നു. 3 ടാബ്ലറ്റ്. രാവിലെ 1, രാവിലെ 2, വൈകുന്നേരം 3. വേദന ഉണ്ടെങ്കിൽ ഒരെണ്ണം കഴിക്കാൻ. അതൊരു 3-4 ദിവസമായിട്ട് കഴിച്ചു. ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ ഭാര്യയുടെ ശരീരചലനം ഏതാണ്ട് നിന്നു. ഇന്നലെ രാത്രിയായപ്പോൾ
കണ്ണ് മുകളിലേക്കായി, റെസ്പോൺസ് ഇല്ല, 24 മണിക്കൂറും കരയുന്നത്, കരച്ചിൽ പതുക്കെ 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 ശബ്ദമില്ലാതെയായി. ഇന്നലെ രാത്രി 2 പ്രാവശ്യം ഉണർന്നു എങ്കിലും മിക്കവാറും ബെഡിൽ തന്നെയായിരുന്നു എല്ലാം. രാവിലെ 11 മണിയോടുകൂടി കണ്ണ് തുറക്കാതെയായി, ഹാർട്ട് ബീറ്റ് വളരെ കുറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതായാലും ഇനി ആശുപത്രിയിലേക്ക് വേണ്ട, തീരുകയാണെങ്കിൽ വിവാഹത്തിൻ്റെ 34ാം വാർഷികം എൻ്റെ ഭാര്യയുടെ അന്ത്യയാത്രയോടുകൂടി തീരട്ടെ. പക്ഷെ എൻ്റെ മകള് കണ്ടുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, അല്ല നമുക്ക് പോകണം, ഇനി ആശുപത്രിയിൽ കയറുന്ന വിഷമം തോന്നരുത്. തിരുവനന്തപുരത്ത് എല്ലാ ഹോസ്പിറ്റലിലും കയറി കഴിഞ്ഞു, ഇനി കയറാനുള്ള ഹോസ്പിറ്റലുകളൊന്നുമില്ല, കഴിഞ്ഞ 4 വർഷമായിട്ടാണ്. പോകണം. ശരി, ഉടനെ ആംബുലൻസ് വിളിച്ചു. മക്കളുടെ നിർദ്ദേശത്തിനെതിരെ നിൽക്കുന്നത് ശരിയല്ല, എന്നാലും നമ്മൾ തീർച്ചയായിട്ടും ഞാൻ കൂടെയുണ്ട്. ആംബുലൻസ് വന്നു. 2:30-3 മണിക്ക് PRS ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹം 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. നല്ലൊരു ന്യൂറോളജിസ്റ്റ്. MRI എടുത്തു, ബ്രെയിൻ ഓക്കെ. EEG എടുത്തു, ബ്രെയിൻ ഓക്കെ എന്ന് പറഞ്ഞു. കൊടുത്ത മരുന്നിൻ്റെ ഡോസ് കൂടിയതാണ് ഇതിന് കാരണം. കുറേ ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഭാര്യ PRSലെ ICUവിലാക്കിയിട്ട് എൻ്റെ മകളെ ഏൽപ്പിച്ചിട്ട് ഞാൻ വന്ന് റെക്കോർഡ് ചെയ്യാണ്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ കാരണം ഇന്നത് പറയണം. ഈ മരുന്നിൻ്റെ ഓവർ ഡോസിൻ്റെ ഇരകളാണെന്ന് ഞാനിപ്പോൾ വായിച്ച വാർത്തയുണ്ടല്ലോ, ആ വാർത്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണം. എത്രയാ മരുന്ന് അടിച്ച് കയറ്റുന്നത്. ചിലപ്പോൾ നമ്മൾ ഹെൽപ്ലെസ്സാണ്. ഇന്ന് പറയുകയുണ്ടായി, ICUവിൽ കയറ്റിയപ്പോൾ പറഞ്ഞു ഇന്ന ടെസ്റ്റുകൾ നടത്തണം. നമ്മൾ ആ ടെസ്റ്റുകളൊന്നും നടത്തണ്ട, നോർമൽ ജീവനോടെ കൂടി വിട്ടാൽ മതി, ബാക്കിയുള്ളത് അനുഭവിച്ചോളാം. ഇപ്പോഴും അവൾ കണ്ണു തുറന്നിട്ടില്ല, ശബ്ദിച്ചിട്ടില്ല, ഒന്നുമില്ല. ഈ രോഗം ഉണ്ടാവാൻ കാരണം സ്റ്റിറോയിഡ് കൊടുത്തതാണ്, ഓവർ ഡോസ് സ്റ്റിറോയിഡ്. എന്തൊക്കെയോ അസുഖമാണെന്ന് ധരിച്ച് ആ അസുഖമാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ അതേ ലാബറട്ടറിയിൽ സൗകര്യം ഉണ്ടായിരുന്നു, ചെയ്തിട്ടില്ല. അറിവില്ലായ്മ കൊണ്ടോ വേണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ല, മറ്റു ഡോക്ടർമാർ അത് തന്നെയാണെന്ന് അങ്ങ് കൺക്ലൂഡ് ചെയ്തോളാൻ പറഞ്ഞതുകൊണ്ടോ അതിനെ കൗണ്ടർ ചെയ്യാൻ കടിച്ച ആ മരുന്നിന്റെ പരിണതഫലം ഇന്ന് മരണത്തിന്റെ വക്കത്ത്. ശരിക്കും പറയാം, എൻ്റെ ഭാര്യയുടെ 5ാമത്തെ മരണമാണിത്. ഏതാണ്ട് ലാസ്റ്റ് ഇതേ ICUവിൽ ഇതേ ബെഡിലായിരുന്നു ജൂലൈ 7 കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം. ഡോക്ടർ പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി കൊണ്ടുപോടുക. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ഗോപാലകൃഷ്ണന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചതല്ല. മരുന്ന് ഓവർ ഡോസ് കഴിക്കുന്നു എന്ന വാർത്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും 4 പ്രാവശ്യം, നേരത്തെയും ഇന്നത്തെയും കൂടി ചേർത്ത് 5 പ്രാവശ്യത്തെ മരണം കണ്ടിട്ടും ചിരിച്ചോണ്ട് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ കാരണം ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടട്ടെ, കുറച്ചു പേർക്കെങ്കിലും. ഇനി രോഗികൾക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും ഡോക്ടർമാർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. പ്രണാമം, നമസ്കാരം.